എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓൺലൈൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയിലെ നോർത്ത് കാരോലിനയ്ക്ക് അടുത്തുള്ള ഷാർലറ്റിനടുത്ത് വാക്സോ എന്ന ഒരു കൊച്ചു സിറ്റിയിൽ കൃഷിയെ സ്നേഹിക്കുന്ന, ജൈവ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മലയാളിയുണ്ട്. കൊല്ലം സ്വദേശിയായ ലിനേഷ് ഒരു IT പ്രൊഫഷണലാണ്. അതോടൊപ്പം ജോലിയോട് ഒപ്പം തന്നെ ജൈവ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പച്ചയായ ഒരു മനുഷ്യൻ കൂടിയാണ്. സോ ലിനേഷ് ഒരു IT പ്രൊഫഷണലാണ്. അപ്പം ഈ ഒരു കൃഷിയോടുള്ള സ്നേഹം എങ്ങനെയാണ് വന്നത്? നാട്ടില് പണ്ട് കൃഷി ഉണ്ടായിരുന്നു. പറമ്പും പാടവും എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് അറിവുള്ള നാൾ മുതലേ വീട്ടിൽ കൃഷി കാണുന്നുണ്ടായിരുന്നു. അത് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്. പിന്നെ നമുക്ക് വിന്റർ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സമ്മറിൽ ഒരു ചെറിയ ഇടവേള കിട്ടും, ഒരു 5-6 മാസം കിട്ടും. ആ 5-6 മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ചെയ്യും. പിന്നെ എൻ്റെ ഭാര്യ അർച്ചന, പുള്ളിക്കാരിക്കും നല്ല താല്പര്യമാണ് ഇത് ചെയ്യാനും. ഇത് ഓരോ ദിവസം വന്ന് ഓരോന്ന് നോക്കി പൂ വന്നോ കാ വന്നോ എന്നെല്ലാം നോക്കി ചെയ്തെടുക്കാൻ രണ്ടുപേർക്കും താല്പര്യമാണ്. അതുകൊണ്ട് ആ താല്പര്യം കൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നു. നാട്ടിലെ കൊല്ലം സ്വദേശിയാണെന്ന് പറഞ്ഞു. ലിനേഷ് പഠിച്ചത് കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിലാണ്. അപ്പം ലിനേഷിന്റെ ഇവിടുത്തെ കൃഷികൾ എന്തൊക്കെയാണെന്നുള്ളത് ലിനേഷ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇത് ആക്ച്വലി കാറ്റിൽ പെണ്ണാണ് ഈ സാധനം. ഇതൊരു 8 ഫീറ്റോളം കാറ്റിൽ പെൺ കൊണ്ടുവന്നിട്ട് നമ്മളിത് ഹെമിസ്ഫിയർ പോലെ വെക്കുവാണ്. അപ്പൊ ഇതിൽ നന്നായിട്ട് പടർത്താൻ പറ്റും. ഇത് 2 തരം പടവലമുണ്ട്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന നല്ല നീളം പടവലമാണ്. ഇത് ചെറിയ പടവലമാണ്. ചെറിയ പടവലം നല്ല കായ്ഫലം കിട്ടും. അത് മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ വിടുക്ക് വരട്ടാം, അല്ലെങ്കിൽ നമ്മൾ സാമ്പാറിലിടാം. നല്ല ടേസ്റ്റാണ് ഈ ചെറിയ പടവലത്തിന്. ഇത് വന്നിട്ട് ചെറി ടൊമാറ്റോ ആണ്. ഇത് ഭയങ്കരമായിട്ട് പിടിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ സമ്മർ കഴിയാറാകുമ്പോഴത്തേക്ക് ഈ ടൊമാറ്റോ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യും. അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് അമേരിക്കൻ ബ്രിഞ്ചോളാണ്. 2 തരത്തിലുള്ള അമേരിക്കൻ ബ്രിഞ്ചോളുണ്ട്. റൗണ്ടും ഉണ്ട്, നീളവും ഉണ്ട്. ഇത് നീളം ഉള്ളതാണ്, റൗണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. അതുകൂടെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ആ ഒരു പർപ്പിൾ കളർ, അത് അപ്പുറത്ത് വരുന്നു. പക്ഷെ അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. പൂ വന്നിട്ടുണ്ട്. അപ്പുറത്ത് ആ വഴുതനങ്ങ നിൽപ്പുണ്ട്. ഇത് മിന്റ് ലീഫാണ്. നമ്മളിപ്പോൾ ഒരു നാരങ്ങോളം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സർബത്ത് ചെയ്യുവാണെങ്കിൽ, ഇത് ഒരു ലീഫ് ഒന്ന് പൊട്ടിച്ചിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പേരാണ്. നമ്മളെ നാട്ടിലെ സബർ ജില്ലി എന്നൊക്കെ പറയും. നല്ല വൈറ്റ് ഫ്ലഷ് ആണ് അത് കേട്ടോ. ഇത് പീച്ചാണ്. ഈ കവർ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ജാപ്പനീസ് ബീറ്റിലിന്റെ ശല്യമാണ്. അത് ജൂൺ ജൂലൈ മാസത്തിലാണ് അത് ഭയങ്കരമായിട്ട് വരുന്നത്. അപ്പൊ അത് വരികയാണെങ്കിൽ ഈ ഇല മൊത്തം തിന്നു തീർക്കാം. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കവർ ഇട്ടേക്കുന്നത്. കെമിക്കൽസ് ഉണ്ട്, ബട്ട് കെമിക്കൽസിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കവർ ഇട്ടിട്ട് ബീറ്റിൽസിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വരുന്നത്. ഇതാണ് ജാപ്പനീസ് ബീറ്റിൽ. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ ആ വെള്ള കവർ ഇട്ടേക്കുന്നത്. ഇതിനെ നമ്മൾ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 2 days ഈ പൂവും ഇലയെ മൊത്തം ടുമാർ തിന്നു തീർക്കും. വെറും കമ്പായിട്ട് മാത്രമേ നിൽക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് സോപ്പ് വെള്ളത്തിൽ ഇതിനെ തട്ടിയിട്ട് ഇതിനെ കൊല്ലാൻ പറ്റും. കെമിക്കൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും നാച്ചുറൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കോവലിന്റെ വള്ളിയാണ്. ഇത് ആക്ച്വലി നമ്മൾ എന്താ വെച്ചാൽ വിന്ററിൽ ഇത് മൊത്തം വെട്ടിയിട്ട് അകത്ത് കൊണ്ട് വെക്കും. എന്നിട്ട് സമ്മറിൽ ആകുമ്പോഴത്തേക്ക് ഇത് വെക്കുവാണെങ്കിൽ ഈ തണ്ടിന്ന് കിളിച്ചു വരും. നമുക്കിത് ചെറിയ മൂടാണെങ്കിലും ഒരു 1 week നിൽക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഡെയിലി ഒരു 2-3 എണ്ണം വെച്ച് കിട്ടും. ഒരു 1 week ആകുമ്പോഴത്തേക്ക് ഒരു കറിക്കുള്ള കോവയ്ക്ക് കിട്ടും നമുക്ക് ഇതിന്. ഇത് വന്നിട്ട് പർപ്പിൾ ബീൻസ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ കട്ട് ചെയ്ത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീൻ കളറാകും. സെപ്റ്റംബറോട് കൂടി ആകുമ്പോഴത്തേക്ക് ഇലയെല്ലാം മാറിയിട്ട് ഇത് ഫുള്ള് ബീൻസ് ആയിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ നാടൻ വെണ്ടയ്ക്കയാണ്. ഇത് നമുക്കൊരു 5-6 മൂടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക, അല്ലെങ്കിൽ വെണ്ടയ്ക്ക തോരന, വെണ്ടക്കറി വെക്കാനുള്ള നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് വന്നിട്ട് വള്ളിപ്പയറും പാവലുമാണ്. ഇത് നാടൻ പാവലാണ്, വെള്ളപ്പാവലും ഉണ്ട്. ഇത് ചൈനീസ് പാവൽ എന്ന് പറയുന്നത്, പച്ച കളറിലത്, അത് നിൽപ്പുണ്ട്. പിന്നെ വള്ളിപ്പയർ, നീളം വള്ളിപ്പയർ. ഈ ബെഡ് വന്നിട്ട് നമുക്ക് ഈ തറയെന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്ക് മഡ് പോലത്തെ മണ്ണാണ്. അതുകൊണ്ട് വെക്കാൻ പാടാണ്. നമ്മൾ ഈ ബെഡ് വെച്ചിട്ട് ബെഡിനകത്ത് ഹോം ഡിപ്പോ അല്ലെങ്കിൽ ലോസി എന്നുള്ള മണ്ണ് കിട്ടും. ആ മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ഈ ബെഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വീട്ടിലെ എന്ത് വേസ്റ്റ് ആയാലും, ഇപ്പം മീൻ കഴുകുന്ന വെള്ളം ആയിക്കോട്ടെ, ചിക്കൻ കഴുകുന്ന വെള്ളം ആയിക്കോട്ടെ, വെജിറ്റബിൾ വേസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ മണ്ണിലോട്ടാണ് വരുന്നത്. മുട്ടത്തോട് അതെല്ലാം ഈ മണ്ണിലോട്ട് വരും.
പുറത്തുനിന്നുള്ള വേറെ ഒരു കെമിക്കൽസ് ഇത് ഇടാറില്ല. അപ്പം അതുകൊണ്ട് ഈ അഴുക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇത് വരുന്നതുകൊണ്ട് ഈ സോയിൽ നല്ല റിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും എന്താ പറയുന്നത് ശക്തിയായിട്ട് ഈ ചെടികൾ നിൽക്കുന്നത്. നമുക്ക് ആ ചെറിയ ആ ഒരു തോട്ടത്തിനെ വിൽ ഗെറ്റ് ഇന്നഫ് വെജിറ്റബിൾസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം നമുക്ക് കിട്ടിയ വെള്ളരി അരിഞ്ഞ് ഫ്രീസ്, കഴിഞ്ഞ സമ്മറിൽ കിട്ടിയ വെള്ളരി അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിയൽ ഉണ്ടാക്കുവാണെങ്കിൽ അർച്ചന യൂഷ്വലി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ വെള്ളരിയാണ് അവിയൽ ചെയ്യുന്നത്. അതുപോലെ ഇത് വന്നിട്ട് വെണ്ട അരിഞ്ഞു വെച്ചിരിക്കുന്നു. കോവയ്ക്കയും വെണ്ടയും വീണ്ടും ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് സാമ്പാറിന് ഇടത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളരിയും മത്തങ്ങയാണ്. പച്ചക്കറികളോടും മണ്ണിനോടും പ്രത്യേക സ്നേഹമാണ് ലിനേഷിന്. അപ്പം ഇവിടെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രിംഗ്ലർ എല്ലാം വെച്ചിട്ട് ചെടി നനയ്ക്കാനായിട്ട് സ്പ്രിംഗ്ലർ എല്ലാമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ലിനേഷിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെടികളോട് അടുത്ത് പോയിന്ന് സമ്മതിച്ചുകൊണ്ടാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള കെമിക്കലും ഉപയോഗിക്കില്ല. പ്യുവർലി ഓർഗാനിക് ആയിട്ടാണ് ഈ കൃഷികളെല്ലാം ലിനേഷ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിനെയും പച്ചക്കറികളെയും സ്നേഹിക്കുന്ന ലിനേഷുമായിട്ടുള്ള ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലുള്ളവർക്കും അതുപോലെ പ്രവാസി ലോകത്തുള്ളവർക്കും ഇതൊരു പ്രചോദനമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വ്ളോഗ് കണ്ടതിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു ലിനേഷ്.